ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. നമുക്കറിയാം ഇനിയിപ്പോൾ 6 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാനായിട്ട്. ഒരുപാട് പ്രൊമോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പ്രൊമോകളൊക്കെ വരാനുണ്ട്. ഇപ്പം നമുക്കറിയാം ലേറ്റസ്റ്റായിട്ട് കോമണേഴ്സിൻ്റെ പ്രൊമോ അവർ കാണിച്ചു കഴിഞ്ഞു. ആരൊക്കെയാണ് രണ്ട് പേര് വരുന്നതെന്ന് കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ളൊരു പ്രൊമോ കാണിച്ചത് കായിക രംഗത്തു നിന്ന് ഒരാൾ അവരെ കൊണ്ട് വേറെ രീതിയിലുള്ള മത്സരങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അതുപോലെ ഫിസിക്കൽ ട്രെയിനറായിട്ടുള്ള ആളെ കൊണ്ട് പിന്നെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിം കളിപ്പിക്കുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരാൾ ഏത് ഫീൽഡിൽ നിന്ന് വരുന്നോ അവർക്ക് വ്യത്യസ്തമായ ഗെയിമുകളൊക്കെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ 6 ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കാണിച്ച പ്രൊമോയിൽ 2 സ്ത്രീകൾ ബിഗ് ബോസിലേക്ക് കോമണേഴ്സായിട്ട് വരുന്നുവെന്നാണ് ഈ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ ഏഷ്യാനെറ്റ് റിവീൽ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം ഈ ഒരു അടുത്ത സമയത്തായിട്ടാണ് ആ ഒരു പ്രൊമോ കാണിച്ചത്. ഇനിയും വരും ദിവസങ്ങളിൽ വേറെ ഏതെങ്കിലും പ്രൊമോയുടെ കാണിക്കുമോ എന്ന് നമുക്കറിയില്ല. ആരുടെയെങ്കിലും ഫേസും കൂടെ റിവീൽ ചെയ്യുമോ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. അപ്പം ഏഷ്യാനെറ്റിൻ്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് അല്ലേ, പ്രത്യേകിച്ച് നമുക്ക് അതിനകത്തിലൊന്നും പറയാൻ സാധിക്കത്തില്ല. അപ്പം ഈ ബിഗ് ബോസിൽ കോമണേഴ്സായിട്ട് 2 സ്ത്രീകളെ ഇപ്പോൾ കാണിച്ചു. അതെന്തായാലും കൺഫേംഡ് ആണ്. അപ്പോൾ അതേ രീതിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനെയും അങ്ങനെ ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോമണേഴ്സായിട്ട് ഒരു പുരുഷന്മാരുടെ ഗെയിം കളിക്കുന്ന ഏത് രീതിയാണെന്ന് നമുക്കറിയാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ തവണ ഗോപിക വന്നിട്ട് ഗെയിം കളിച്ചു. ആദ്യമായിട്ടാണ് ബിഗ് ബോസ് സീസൺ 5 ഒരു കോമണേഴ്സിനെ കൊണ്ടുവരുന്നത്. ഈ തവണ 2 കോമണേഴ്സിനെ കൊണ്ടുവന്നു. അവരുടെ ഫേസ് റിവീൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് വീണ്ടും 1-2 കോമണേഴ്സും കൂടെ വരാനുള്ള ചാൻസും ഇതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ 2 പേരെ ഫേസ് റിവീൽ ചെയ്തു എന്ന് കരുതി ഇനിയും കോമണേഴ്സ് വരാതിരിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ ഏഷ്യാനെറ്റല്ല, ചിലപ്പോൾ 1-2 കോമണേഴ്സും കൂടെ കൊണ്ടുവരാനുള്ള ചാൻസും ഉണ്ട്. ചിലപ്പോൾ 2 പുരുഷന്മാരായ 2 പേരെ കോമണേഴ്സായിട്ട് കൊണ്ടുവരാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള 2 പേരെയാണ് ഏഷ്യാനെറ്റ് പ്രൊമോയിൽ കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയും അഥവാ 2 പേരെ കൊണ്ടുവരുന്നുള്ളൂ എങ്കിൽ ഒരു സ്ത്രീയെ ഒരു പുരുഷനെന്ന കണക്കിൽ കൊണ്ടുവരാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയിപ്പം ഇവർ 2 കോമണേഴ്സായിട്ടുള്ള 2 പേരുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കോമണേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ് നടത്തിയത്. നമ്മളെ ഫേസ് റിവീൽ ചെയ്ത് കാണിക്കുന്നതും ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല തമിഴിലും ഒന്നും ഇത് രീതിയിൽ ബിഗ് ബോസിൽ ഇങ്ങനെ കാണിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ള ലാംഗ്വേജിൽ ഇത്തരത്തിലുള്ള ഫേസ് റിവീൽ ചെയ്ത് കാണിച്ചതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ നമുക്ക് പ്രേക്ഷകരെ ബിഗ് ബോസിൻ്റെ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പരിചയപ്പെടുത്തുന്നത്. അത് ബിഗ് ബോസ് ഇതുപോലെ ഏഷ്യാനെറ്റിൻ്റെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും ഈ ഒരു ഇപ്പോൾ കാണിച്ച 2 മത്സരാർത്ഥികളുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ആളാണ് നിഷാന എൻ. ഫ്രീക്കത്തിയായ വീട്ടമ്മ എന്നാണ് ഇവർ സ്വയം അവകാശപ്പെടുന്നത്. ഇവർ ഏഷ്യാനെറ്റിലെ പ്രൊമോയിലൊക്കെ ഫ്രീക്കത്തി വീട്ടമ്മ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത്. യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ഒരു ഫ്രീക്കത്തി വീട്ടമ്മ, എ ട്രക്കിംഗ് ഫ്രീക്കിംഗ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിയാണ്, അവർ ഒരുപാട് യാത്ര ചെയ്തതിൻ്റെ മറ്റും വീഡിയോസൊക്കെ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബുള്ളറ്റിലും ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ അവരുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പങ്കുവച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് എത്രത്തോളം ബിഗ് ബോസിൽ വന്ന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന കണ്ടസ്റ്റൻസ് ആയാലും അതേ രീതിയിൽ പെർഫോം ചെയ്യണമെന്നില്ല. ബിഗ് ബോസിനകത്ത് വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് അവർ പ്രതീക്ഷിച്ചത്ര പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. ചിലപ്പോൾ അതിനപ്പുറം പെർഫോം ചെയ്തതെന്ന് വരും. അപ്പോൾ നമ്മളുടെ ഒരു പ്രതീക്ഷ എന്തായാലും, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ആളിനെ നോക്കാം. അടുത്തത് റസ്മിൻ ഭായ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. കൊച്ചിയിൽ നിന്നുമാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ തന്നെ ഒരു സ്വകാര്യ കോളേജിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മഴവിൽ മനോരമ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മഴവിൽ മനോരമയിൽ ഉടൻപണം എന്ന ഷോയിൽ കണ്ടസ്റ്റൻസായിട്ട് ഈ റസ്മിൻ ഭായ് വന്നിട്ടുണ്ട്. അതിൻ്റെ എപ്പിസോഡ് നിങ്ങൾ ഗൂഗിളിലെ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആ ഒരു എപ്പിസോഡിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ.
പറയുന്നത്. ഇനി ഇതിൽ വരുമ്പോൾ അറിയാം എത്രത്തോളം പെർഫോം ചെയ്യുമെന്ന്. അപ്പോൾ ഈ 2 കോമണേഴ്സാണ് ഇതിൽ പെർഫോം ചെയ്യാൻ വരുന്നത്. ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ എത്രമാത്രം പെർഫോം ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്